നന്ദു ചേരുന്നു. നന്ദു, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ സമുദായ സംഘടനകളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് അയ്യപ്പ ഭക്തരുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി നടത്തിയൊരു സംഗമം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അവർക്ക് വലിയ ലക്ഷ്യമുണ്ടായിരുന്നു, കോടികൾ അടിച്ചു മാറ്റുക എന്നുള്ള ഒരു വലിയ ഒരു ഗൂഢ ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് ഓരോ കണക്കുകളും വ്യക്തമാക്കുന്നത് അങ്ങനെയല്ലേ ശ്രീ നന്ദു? ശ്രീ ജയചന്ദ്രൻ സാറ് അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ളൊരു ബഹുമാനീയനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിലെ പിണറായി വിജയൻ സഖാവിൻ്റെ കീഴിലുള്ള മന്ത്രിമാരെല്ലാം വളരെ മാടപ്രാവിൻ്റെ മനസ്സും വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് എന്ന് തോന്നേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ചില ഫാക്ച്വൽ എറേഴ്സ് മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യമാവും. അതായത് അദ്ദേഹം പറയുകയാണ് ദേവസ്വം ബോർഡിന് ഈ അയ്യപ്പ സംഘവും ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഈ അയ്യപ്പ സംഘവുമായി പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അവരൊരു വെറും ഓവറോൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആളുകളാണെന്നാണ് സാർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം, ഈ MK സ്റ്റാലിൻ എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി എന്തിനാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പോകുന്നതിന് പകരം ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള ശ്രീ വാസവൻ മിനിസ്റ്റർ പോയത് എന്ന് CPM വിശദീകരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഓവറോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം നമ്മളൊരു ജനൻ TV എന്ന് നമുക്ക് ഉദാഹരണത്തിലെടുത്താൽ, ജനൻ TVയുടെ ഡയറക്ടർ ബോർഡിലെ ഒരാൾക്ക് ഇതിൻ്റെ ഓവറോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓവറോൾ പ്രവർത്തനങ്ങളുടെ മാനേജ്മെൻറ്റ് ഏകോപിപ്പിക്കലാണ് പണിയെങ്കിൽ അദ്ദേഹം ഇവിടെ നടക്കുന്ന A to Z കാര്യങ്ങൾ അറിയണം എന്നാണ് ഞാൻ എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് കഴിവില്ലാത്തയാളാണ് ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകനായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ സാർ തന്നെ സമ്മതിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിനകത്ത് അദ്ദേഹം പറയുകയാണ് സാധാരണ നമ്മൾ വലിയ രീതിയിൽ പുറത്തുനിന്ന് പണം കണ്ടെത്തിയാണ് ഈ പരിപാടി നടത്തിയതെന്ന് പറയുന്നു. ഈ ദേവസ്വം ബോർഡ് ഈ പരിപാടിയിലേക്ക് സ്പോൺസർ ചെയ്തത് 3 പേരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 3 സ്ഥാപനങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്ഥാപനം ധനലക്ഷ്മി ബാങ്കാണ്. ഈ ധനലക്ഷ്മി ബാങ്കിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഏറ്റവും വലിയ ക്ലയൻറ്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ധനലക്ഷ്മി ബാങ്കിൽ നിന്നാണ് ഒരു സ്പോൺസർഷിപ്പ് എന്നുള്ള നിലയിൽ തുക വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതും ദേവസ്വം ബോർഡിൻ്റെ ആദായം കിട്ടുന്നത് കൊണ്ടാണ് അവർ സ്പോൺസർഷിപ്പ് കൊടുത്തത്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവിടെയും ഭക്തൻ്റെ കാശ് ഈ പറയുന്ന ബാങ്കിൽ കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ച് ഭക്തന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടിയിട്ട് അവർ പണം മുടക്കാൻ തയ്യാറായത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കേരള ബാങ്ക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള ബാങ്ക് ഈ പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പണയിടപാടിന് വേണ്ടിയിട്ട് സുതാര്യമായിട്ടുള്ള സഹകരണ മേഖലയിൽ പണമിടപാടിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പൊതുഖജനാവിൻ്റെ കൂടെ പിൻബലത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയും ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരുടെ കൂടി കോൺട്രിബ്യൂഷൻ അവിടെയുണ്ട്. മൂന്നാമത്തത് അദാനി പോർട്ടാണ്. അദാനി പോർട്ട് ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഭക്തൻ എന്നുള്ള നിലയിലായിരിക്കാം മുടക്കിയിരിക്കുന്നത്, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഈ 3 സ്ഥാപനങ്ങളും തരുമ്പോൾ അതിൽ ഒന്നാമത്തെ സ്ഥാപനം ദേവസ്വം ബോർഡുമായി ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ദേവസ്വം മന്ത്രി ഈ പറയുന്ന വാസവനാണ്. രണ്ടാമത്തത് ഈ പറയുന്ന കേരള ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ സഹകരണ മന്ത്രി ഈ പറയുന്ന വാസവനാണ്. അതുപോലെ മൂന്നാമത്തത് പോർട്ട് മിനിസ്ട്രി എന്ന് പറയുന്ന പോർട്ട് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നതും ഇതേ വാസവൻ മന്ത്രിയാണ്. അപ്പോൾ ഈ 3 സ്ഥാപനങ്ങളാണ് പണം മുടക്കുന്നത് എന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞതും ഇതേ വാസവൻ മന്ത്രിയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് താനാണെന്ന് വലിയ രീതിയിൽ പറയുകയും കേരളത്തിൽ നിന്ന് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടകനായി ബഹുമാന്യനായിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോയിട്ടും താങ്കൾ ഇപ്പോഴും പറയുകയാണ് ഈ പറയുന്ന മന്ത്രിക്കോ മന്ത്രിസഭയിലെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിക്കോ ദേവസ്വം ബോർഡ് വകുപ്പിനോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാനില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ സ്വാഭാവികമായും താങ്കളോട് നേരത്തെ ചോദിച്ച ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിച്ച അയ്യപ്പ ഭക്തന്മാരുണ്ടല്ലോ, അവരെയൊക്കെ കളിയാക്കും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അയ്യപ്പ സംഗമം സർക്കാരിന്റെ തന്നെ നയത്തിന്റെ ഭാഗമായിരുന്നു, നിയമസഭയിൽ വരെ പ്രഖ്യാപിച്ചതാണ്.